കാർമേഘങ്ങൾ മാമരങ്ങളെ മുത്തമിടുന്ന കണ്ണൂരിലെ ഒരു കൊച്ചു ഗ്രാമം തേർമല. ഇവിടെ സ്നേഹസംഗീതം കൊണ്ട് വിണ്ണിലെ നാഥന് മന്നിടത്തിൽ സ്വർഗം തീർക്കാൻ കൊതിക്കുന്ന മുഗൾ കാലായിൽ സേവർ ചേട്ടനെ അറിയാത്തവരായി ആരുമില്ല. നിറഞ്ഞൊരു മാനവ മനസ്സുകൾ ശോഭിതമാക്കിയിടുവാൻ പാരിന്നുടയവൻ ശ്രീയേശു തമ്പുരാൻ ബത്ലഹേം പുൽക്കൂട്ടിൽ ജാതനായി. ഞാനൊരു കവിയല്ല, കവിത എഴുതുന്നത് എൻ്റെ സ്വഭാവമല്ല. പിന്നെ വായന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. വിനോദത്തെക്കാൾ ഉപരി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് വിശുദ്ധ ഗ്രന്ഥവും അതിന് ആനുപാതികമായ അതിനനുസരിച്ചുള്ള മറ്റ് ഗ്രന്ഥങ്ങളും വായിക്കും. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചില ഉൾപ്രേരണകൾ എന്നിൽ നിന്ന് ഉയർന്നു വരും. തമ്പുരാനെ എൻ്റെ കയ്യെ പിടിച്ച് നടത്തുന്ന ഒരു പ്രതീതി, എനിക്കത് എല്ലാം ഒന്നും വിവരിക്കാനാവുന്നില്ല. അത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ അറിയാതെ ഒരു തുണ്ട് കടലാസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കും. പിന്നീടത് എല്ലാം കൂടെ ശേഖരിച്ചിട്ട് ഒരു വലിയ കടലാസിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി വെക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ തന്നെ അതിന് ഒരു ഈണമൊക്കെ കൊടുക്കും. ഈണമൊക്കെ കൊടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പാടും. അങ്ങനെ പാടിയിട്ട് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലെ പിള്ളേർക്കൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അവരിൽ നിന്നാണ് ഇത് നല്ലതാണ്, വീണ്ടും വീണ്ടും എഴുതണമെന്നൊക്കെ പറയുന്നൊരു ഉൾപ്രേരണ, ഒരു പ്രചോദനമുണ്ടായത്. അങ്ങനെയാണ് ചില കവിതകളെന്ന് പറയാവുന്ന ചിലതൊക്കെ ഞാൻ കുത്തിക്കുറിച്ചിട്ടുള്ളത്. കർത്താവു തൻ പ്രിയ ശിഷ്യരോടായി ചൊല്ലി വിത്തിനുപമ നൽ സ്നേഹമോടെ കർഷകനാമൊരാൾ വിത്തു വീതപ്പാനായി പോയേറെ ആശയോടന്നൊരു നാൾ. വിതയ്ക്കുമ്പോൾ വിത്തിൽ ചിലതു വഴിവക്കിൽ വീണവ പക്ഷികൾ കൊത്തിത്തിന്നു. ചില വിത്തോ മണ്ണേറെ ഇല്ലാത്ത പാറമേൽ വീണവ വേഗം മുളയെടുത്തു. പെട്ടെന്നവ വളർന്നുയർന്നു വന്നാകിലും വെയിലേറ്റു തൽക്ഷണം വീണുപോയി. മറ്റു ചിലതോ മുൾച്ചെടികൾക്കിടയിലായി വീണു മുളച്ചു തഴച്ചുയർന്നു. ചാച്ചായി ഇങ്ങനെ കവിതകളൊക്കെ എഴുതുമെങ്കിലും ചാച്ചായി നല്ലൊരു കർഷകൻ കൂടെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളരുന്നത് തന്നെ റബ്ബർ, കശുമാവ്, അങ്ങനെ പലവിധ കൃഷികളാണ്. ഇപ്പം നമ്മുടെ ചാച്ചായും അതുപോലെ ചാച്ചായിയുടെ മക്കൾ, പിന്നെ ഞങ്ങൾക്കാണെങ്കിലും ചെറിയ ചെറിയ കൃഷികൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ അധികവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, അങ്ങനെ അധികം പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല. കൃഷി ചെയ്യാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങി പോകുമ്പം ഞങ്ങളെയും പേരക്കുട്ടികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഓരോ പച്ചക്കറികൾ, ഓരോ കൃഷി ചെയ്യുന്ന സാധനങ്ങളും എല്ലാം പരിചയപ്പെടുത്തി തരികയും എല്ലാം എപ്പോഴാണ് നടേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃഷിയോടൊരു വലിയ കമ്പമാണ്. ഇത് പറഞ്ഞു തരുന്നത് ബൈബിളിലെ കഥകളിലൂടെയും ചാച്ചായി തന്നെ സ്വയം ഉണ്ടാക്കുന്ന കവിതകളിലൂടെയൊക്കെയാണ്. ആ കവിതകളൊക്കെ പാടിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും കൃഷി ചെയ്തു വരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. നന്നായവ വളർന്നുയരുമ്പോൾ മുള്ളുകൾ ഞെക്കി ഞെരുക്കി തകർത്തവയെ, ഒട്ടേറെ വിത്തുകൾ നല്ല നിലങ്ങളിൽ വീണവയേറെ ഫലങ്ങൾ നൽകി. ഉപമായിതു ചൊല്ലി തീർന്നപ്പോൾ ശ്രീയേശു ശ്രോതാക്കളോടൂര ചെയ്തിങ്ങനെ, കേൾക്കുവാൻ കാതുകളുള്ളവൻ കേൾക്കട്ടെ, കാണട്ടെ കണ്ണുകളുള്ളവനും. ഇതാണ് എൻ്റെ കവിത എന്ന് വിളിക്കപ്പെടാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ഉൾപ്രേരണ എനിക്ക് ലഭിച്ചത്. അപ്പോൾ തമ്പുരാൻ കരം പിടിച്ച് നടത്തുന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിനനുസരിച്ച് അങ്ങോട്ട് വഴങ്ങി കൊടുത്ത് നീങ്ങുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയത്തില്ല, എനിക്ക് 13 മക്കളാണുള്ളത്. 7 പെൺകുട്ടികളും 6 ആൺകുട്ടികളും. അതിൽ 2 പേര് ദൈവവിളി സ്വീകരിച്ച്, ഒരാൾ FCC കോൺഗ്രിഗേഷനിൽ സിസ്റ്ററാണ്, ഒരാൾ ഓസ്ട്രേലിയയിൽ പുരോഹിതനായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെയൊക്കെ പഠിപ്പിക്കാനും അവരെയൊക്കെ വളർത്താനും അവരുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ കാര്യങ്ങളിലൊക്കെ പിന്തുണ കൊടുക്കുവാനും തമ്പുരാനാണ് ഞങ്ങൾക്ക് ഉൾപ്രേരണ നൽകിയത്. ഞാനും എൻ്റെ പ്രിയതമയും കൂടി
വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഇവരെ വളർത്തിയത്, അവർ വിദ്യാഭ്യാസം ചെയ്യിച്ചത്. ഇന്നത്തെ പോലെ സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, റോഡില്ല, വഴി, അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങളില്ല, മറ്റൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നു. പക്ഷേ അതിനെല്ലാം പ്രതിഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ദൈവ സ്നേഹവും അതുപോലെ തന്നെ സഹോദര സ്നേഹവും അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ നന്മയായി വളർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് സർവശക്തനായ തമ്പുരാന് നന്ദി പറയുകയാണ്. ചെറുപ്പകാലങ്ങളിൽ ചാച്ചൻ പകർന്നു നൽകിയ ദിവ്യ സ്നേഹത്തിൻ്റെ അണയാത്ത തിരുനാളവുമായി മറ്റുള്ളവരിൽ നാഥനെ ദർശിച്ച് അറിവില്ലാത്തവന് അറിവിൻ്റെ തിരികൾ തെളിച്ചു നൽകി അതുവഴി ക്രിസ്തു സ്നേഹം പ്രഘോഷിക്കാൻ ചാച്ചൻ്റെ മകൾ മുന്നിട്ടു നിന്നു. ഞാൻ ഈ കുടുംബത്തിലെ ഇളയ മോളാണ്. ഈ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ കൂടെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ സാധിച്ചു എന്നതിൽ ഞാൻ എപ്പോഴും അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നതാണ്. കാരണം വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞാനൊരു സിസ്റ്റർ ആയിരിക്കുക എന്നത് തന്നെ എൻ്റെ ചാച്ചായുടെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഒരിക്കലും എന്നോട് സിസ്റ്റർ ആകണമെന്നോ അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്ക് പോകണമെന്നോ ഒന്നും ഒരിക്കലും നിർബന്ധിക്കുകയോ പറയുകയോ പോലെയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരുടെ പ്രാർത്ഥനയും മാതൃകയും കൊണ്ടാണ് എനിക്ക് ദൈവവിളി ലഭിച്ചത് എന്നത് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ചെറുപ്പത്തിൽ ചാച്ചയെ മടിയിലിരുത്തി പാട്ടുകൾ പാടിത്തന്ന്, പ്രാർത്ഥനകൾ ചൊല്ലിത്തന്ന്, ചാച്ച എഴുതുന്ന കവിതകൾ മൂളിത്തന്നൊക്കെയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴുള്ള കഴിവുകളൊക്കെ, ദൈവം നൽകിയ കഴിവുകളൊക്കെ എനിക്ക് വളർത്തുവാൻ സാധിച്ചത് ചാച്ച ഒരു വേദപാഠ അധ്യാപകനാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസ പരിശീലന കാലഘട്ടങ്ങളിൽ ഉള്ള അവസരങ്ങളിലൊക്കെ എൻ്റെ എല്ലാ കഴിവുകളും കണ്ടെത്തി വളർത്തുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുമായിരുന്നു. ഇന്ന് ഞാൻ FCCയിലായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ എനിക്ക് ആഴപ്പെടുവാൻ വേണ്ടി, ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച എല്ലാ കാര്യങ്ങളും ആഴപ്പെടുവാൻ വേണ്ടി എനിക്ക് FCCയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കെപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്, ഏത് സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച സന്തോഷവും സമാധാനവും, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള ആ ഒരു ആഴപ്പെട്ട ഒരു വിശ്വാസത്തിലൂടെയാണ് ജീവിതത്തിൻ്റെ ഏത് സമയങ്ങളിലും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെ ഞാൻ ഇന്ന് FCCയിൽ എൻ്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളിലും ദൈവത്തിന് വേണ്ടി എനിക്ക് മഹത്വം നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ കൂടെ എനിക്ക് ജീവിക്കാൻ സാധിച്ചു എന്നതിൽ തന്നെയാണ്. ഈ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ എനിക്ക് വളരുവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എന്നത് ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന കാര്യമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്നത് സ്വന്തം ജീവിതത്തിൽ തെളിയിച്ച് ദൈവസ്നേഹത്തിൽ ഒന്നിച്ചുകൂടി ക്രിസ്മസ് രാവുകളെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒന്നിച്ചുകൂടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതും മാതാപിതാക്കൾ പകർന്നു നൽകിയ ദൈവസ്നേഹം തന്നെയാണ്. ധന്യരായുള്ളോരരജരാം മൂവരും താരം തെളിച്ചൊരാ പാതയിലായി പതറാതെ പിഞ്ചെന്നുണ്ണിയെ കണ്ടപ്പോൾ ഞങ്ങളും രക്ഷയെ സ്വന്തമാക്കാൻ കുരിശിൽ കിടന്നു പിടഞ്ഞൊരു നിൻചങ്കിൽ കുത്തേറ്റ തിരുമുറിപ്പാടിലായി കണ്ണുകളൂന്നി ഉറപ്പിച്ചു മുന്നേറി സായുജ്യമടയുവാനിടയാക്കണേ. കുഞ്ഞുനാളിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തുടങ്ങി ദിവസത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി കേൾക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അന്നൊക്കെ ഈണത്തിൽ എന്ത് കേട്ടാലും ഞങ്ങൾ പാട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് കുറച്ച് വലുതായതിനു ശേഷമാണ് അത് കവിതകളായിരുന്നു എന്ന് തിരിച്ചറിവുണ്ടായത്. ഓർക്കുമ്പോൾ തോന്നും ആ കവിതകൾക്ക് ജീവനുണ്ടായിരുന്നുവെന്ന്. 13 മക്കളെ പോറ്റു വളർത്തുവാനായി കഷ്ടപ്പെടുന്നൊരു അപ്പൻ്റെ വേദന, പുൽക്കൂട്ടിൽ ഒന്നുമില്ലാതെ പിറന്നു വീണ ഉണ്ണി യേശുവിനോട് ചേർത്ത് വെച്ച് വഴികൾ ആലോചിക്കുന്ന ഒരു ചാച്ചായിയാണ് ഞാൻ കണ്ടിരുന്നത്. ആ ചാച്ചായിയാണ് ഇന്നും എനിക്ക് വഴികൾ. ചാച്ചായി പറയും, വളരെ നല്ലല്ല മക്കളെ കാര്യം,
പുൽക്കൂട്ടിൽ പിറന്നു വീണ യേശുവിൻ്റെ കരം പിടിച്ച് സ്നേഹത്തിലും ത്യാഗത്തിലും അവിടുത്തോടൊപ്പം നടന്ന് അവിടുത്തെ ഉയർപ്പിൽ എത്തിച്ചേരുക. അതാണ് വളർച്ച, അതാണ് ജീവിതം. ശരിക്കും അത് തന്നെയായിരുന്നു ആ കവിതകളും. മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ് രാവിൻ്റെ മാറിൽ കരോളിറങ്ങുമ്പോൾ ഒരു കാത്തിരിപ്പാണ് ഉണ്ണിയോടൊത്ത് സ്നേഹത്തിൽ ആഘോഷിച്ചുല്ലസിക്കാൻ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്രോരിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. ഞങ്ങൾ 27 കൊച്ചുമക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ചാച്ചായുടെയും അമ്മച്ചിയുടെയും കൊച്ചുമകളായിട്ട് ഈ കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതോർത്ത് ഞാൻ എപ്പോഴും അഭിമാനിക്കാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ഞങ്ങൾ 27 പേരാണെങ്കിലും ചാച്ചായും അമ്മച്ചി ഞങ്ങൾ 27 പേർക്കും നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അത് ശരിക്കും ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ ചാച്ചയുടെ അമ്മച്ചിയുടെയും കൂടെയാണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ധാരാളം നന്മകൾ ഞങ്ങൾക്ക് പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ കഥ കേൾക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ചാച്ച ഞങ്ങളെ മടിയിൽ വിളിച്ചിരുത്തി കഥ പറഞ്ഞു തരികയും ചാച്ച എഴുതിയ കുറേ കവിതകളൊക്കെ ചൊല്ലിത്തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളാണെങ്കിലും, അതിപ്പോൾ ചെറിയൊരു എക്സാം ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഏത് കാര്യം ചെയ്യുവാണെങ്കിലും ആദ്യം ചാച്ചായെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കാനും, ചാച്ചായി ഞാൻ പോവുക ഇന്ന് ചെയ്യുക എന്നൊക്കെ പറയുമ്പം ചാച്ചായി ഓരോ കാര്യങ്ങൾക്കും പറയും. ഇന്ന കാര്യത്തിന് പോകുമെന്ന് പറയുമ്പോൾ മോളെ ഇന്ന കാര്യങ്ങളുടെ വിശുദ്ധൻ ഇന്നയാളാണ്, ഇന്നയാൾ വിളിച്ച് നീ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പോയിക്കോ, നിനക്ക് വിജയം ഉണ്ടാകും, പരിശുദ്ധാത്മാവ് നിനക്കെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്താറുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ചാച്ചായി ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ചാച്ചായി ഞങ്ങൾക്ക് ഓരോ കഥകൾ പറഞ്ഞു തരുമ്പോഴും ഇത്രയും കഥകളൊക്കെ ചാച്ചായ്ക്ക് അമ്മച്ചിക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളർന്ന് വലുതായി വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പം അവിടെ പഠിപ്പിച്ച ഓരോ കഥകൾ കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചാച്ചായി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഓരോ കഥകളും ബൈബിളിലേതാണെന്ന്. പിന്നെ ടീച്ചർ ഞങ്ങളെ ഓരോ പുതിയ കഥ കേൾപ്പിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആശ്ചര്യപൂർവ്വം അത്ഭുതത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ടീച്ചർ കഥ പറഞ്ഞ് തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് പണ്ട് ചാച്ചായി അമ്മച്ചിയൊക്കെ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കഥയാണല്ലോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയും ആ കഥ പൂർണ്ണമായി ഞങ്ങൾ ഓർത്തെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആയുധം. ആ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുവാനും കർത്താവിൻ്റെ മുൻപിൽ അവിടുന്ന് തന്ന നന്മകൾക്കായി സ്തുതികൾ അർപ്പിക്കുവാനും ഒരു ദിവസം പോലും ഞങ്ങൾ മറന്നിരുന്നില്ല. ഞങ്ങളുടെ ജീവിത കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് 13 മക്കളാണ്. അതിൽ 6 ആണും 7 പെണ്ണും. എല്ലാ മക്കളുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ജോലിയിലും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലത്തൂടെയൊക്കെ ജീവിക്കുന്നു. പിന്നെ 13 മക്കളാണെങ്കിലും അവരെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഈശോയൊക്കെ പഠിപ്പിച്ച് ഈശോയിൽ വിശ്വസിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുതിയ കുടുംബത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വയ്ക്കുമ്പോൾ വളരെയേറെ ഭയത്തോടും ആശങ്കകളും കൂടിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം 13 അംഗങ്ങൾ മക്കളുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇത്രയും ആളുകളില്ലായിരുന്നു. പക്ഷേ ഇവിടെ അന്ന് കാലെടുത്ത് വെച്ച് കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്തരീക്ഷം വളരെയേറെ ഇഷ്ടപ്പെട്ടു. വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും എന്നെ സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ച് ചാച്ചായും അമ്മച്ചിയൊക്കെ സ്വന്തം മകളായിട്ട് തന്നെ എന്നെ സ്വീകരിച്ചു.
ഇത്ര വലിയ ഈ കുടുംബത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും വന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ചോദിക്കും കുടുംബത്തിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. 13 മക്കളുണ്ടെന്ന് പറയാൻ ആദ്യമൊക്കെ എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് ഇതൊരു അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ വീട്ടിൽ 13 പേരുണ്ട്, ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ്. ഓരോ ആഘോഷങ്ങൾ, ക്രിസ്മസ്, അതുപോലെ പെസഹ, ഈസ്റ്റർ, ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പം എല്ലാവരും, അതുപോലെ കുടുംബത്തിൽ ഓരോ കല്യാണം, അതുപോലെ തന്നെ പുത്തൻ കുർബാനയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ലീവ് എടുത്ത് വരികയും, അപ്പോൾ ഒരാൾക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും വിഷമം. എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ കൂടി ഒത്തുകൂടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു താല്പര്യവും ആ ഒരു ഉത്സാഹവും ആ കാത്തിരിപ്പും അതൊക്കെ നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് പറയാം എന്ത് നല്ല ഒരു അനുഭവമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്. ഈ കുടുംബത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് പറഞ്ഞറിയിക്കും, ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന സന്തോഷം പുറത്തേക്ക് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുകയും ഞങ്ങളുടെ വിഷമങ്ങൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് പരസ്പരം ചോദിച്ചും പറഞ്ഞും അത് ഒരു സാധാരണ രീതിയിലേക്ക് എത്തിക്കപ്പെടുവാനുള്ള ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അത് ഞങ്ങൾ ഇന്നും വളരെ കൃത്യമായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്നേഹങ്ങൾ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ജീവിതം തന്നെയാണ് ഇപ്പോഴും നയിക്കുന്നത്. അത് ഈ പുറത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ പുറത്തുള്ളവരാണെങ്കിലും ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലീവിന് വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുകയും ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ നമുക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ഏതായാലും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനും ഇല്ലാത്തൊരു സമയത്ത് വരികയാണെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷനായിട്ട് തന്നെ ഞങ്ങളത് കൈകാര്യം ചെയ്യുകയും എല്ലാവരുടെയും സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. പല വീടുകളിലും ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്നതായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. പല സ്ഥലങ്ങളിലും പല ആൾക്കാരും വളരെ ബുദ്ധിമുട്ടിൽ, പല പേരൻസും പല മാതാപിതാക്കളും വളരെ ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട്. 1-2 മക്കളുള്ളവർ അവർ രണ്ടുപേരും പെണ്ണിനെ കെട്ടിച്ചു വിട്ടുണ്ടാകും. 2 മക്കളായിരിക്കും ഉണ്ടാകുന്നത്. ചെറുക്കൻ അവൻ വേറെ ഏതെങ്കിലും ജോലി ഏതെങ്കിലും കോഴ്സും പഠിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടാകും. പിന്നെ അപ്പനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. ഒരു ക്രിസ്മസോ ഈസ്റ്ററോ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല. അവരും അവരുടെ 2 പട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്കൊരു സന്തോഷം പങ്കുവെക്കാനുള്ളൊരു അവസരം ഇല്ല. അയൽവക്കത്തുനിന്ന് ആരെങ്കിലും വരുന്നു പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പക്ഷേ ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്നു. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഒന്നിച്ചു കൂടുക. ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങൾ സന്തോഷത്തോടും സമാധാനത്തിനും സംതൃപ്തിയോടും കൂടിയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്കാർക്കും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. അത് സർവശക്തൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ഞങ്ങൾ ഓരോ ക്രിസ്മസും ഓരോ ആഘോഷങ്ങളും ഓരോ ക്രിസ്മസ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ ആക്കിക്കൊണ്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കെല്ലാ സർവേശ്വരൻ ഞങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട്. മാടുകളോടൊത്തു പള്ളി കൊള്ളുന്നൊരു പാവനരൂപനാം പരമോന്നത നിൻ സ്നേഹലാളനമേറ്റേറ്റുറങ്ങട്ടെ ശാന്തനായുള്ളൊരു കുഞ്ഞാടുപോൽ. പാപാന്ധകാരത്തിൻ തീവ്രത പേറുമാ പാതിരാവിൻ്റെ നിശബ്ദതയിൽ പുൽക്കൂട്ടിലുണ്ണിക്കു താരാട്ടുപാടുവാൻ മാലാഖവൃന്ദം നിരന്നു നിന്നു. അവരാലപിച്ചൊരാ സ്വർഗീയ രാഗത്തിലൊരു ശീലൻ ജീവിതരാഗമായി തീരുവാൻ കനിയുമാറാകണേ കർത്താവേ. ജീവിതം ധന്യമായി തീർന്നിടട്ടെ.